ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോ ഓപ്പണോ ഓപ്പണോ എന്ന് പറയുന്ന ഒരു ധ്യാനത്തെ പറ്റിയിട്ടാണ്, ഒരു പ്രാക്ടീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഹോ ഓപ്പണോ ഓപ്പണോ എന്നുള്ളത് നോക്കാം. ഇത് ഹവായി സംസ്കാരത്തിൽ നിന്നുള്ള ഒരു പരിശുദ്ധിയുടെ പ്രാർത്ഥനാ രീതിയാണ്. ജീവിതത്തിൽ നാം എല്ലാവരും നേരിട്ട് കൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദം, സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലെ വിഷമങ്ങൾ, നമ്മളെല്ലാം കരുതുന്നത് ഇതിനെല്ലാം കാരണം മറ്റുള്ളവരാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും നാം തന്നെയാണ് ഉത്തരവാദികൾ. ഇത് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ തിരിച്ചറിവാണ് വലിയ മാറ്റത്തിൻ്റെ ആദ്യപടി. അതിനെ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് ഹോ ഓപ്പണോ ഓപ്പണോ. ഹവായിയിൽ നിന്നുള്ള പുരാതന ചികിത്സാ രീതിയാണിത്. ഹോ ഓപ്പണോ ഓപ്പണോ എന്ന വാക്ക് ഹവായിൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ശരിയാക്കുക അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക എന്നാണ്. പ്രാചീന കാലത്ത് ഹവായിൻ കുടുംബങ്ങളിൽ കലഹങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു. കുടുംബം മുഴുവൻ കൂടിയിരുന്ന് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിച്ചു സ്നേഹത്തോടെ ബന്ധങ്ങൾ പുതുക്കിയെടുക്കുന്ന ചടങ്ങായി ഇത് കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ആന്തരിക ലോകത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, വിശ്വാസങ്ങൾ ഇവയാണ് പുറത്തുള്ള ലോകത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും വേദനാജനകമായിരിക്കുകയാണെങ്കിൽ ഹോ ഓപ്പണോ ഓപ്പണോ പറയുന്നത് അത് സൃഷ്ടിച്ചിരിക്കുന്ന നെഗറ്റീവ് ഓർമ്മകളെ നീ തന്നെ ശുദ്ധീകരിക്കണം എന്നാണ്. ഈ രീതി സ്വയം കുറ്റപ്പെടുത്തുക എന്നർത്ഥമല്ല, പകരം എൻ്റെ യാഥാർത്ഥ്യം മാറ്റാനുള്ള ഉത്തരവാദിത്തം എനിക്ക് തന്നെയുണ്ട് എന്ന തിരിച്ചറിവാണ്. ഉദാഹരണത്തിന്, ഒരു ബന്ധത്തിൽ കലഹമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ കലഹത്തെ ആകർഷിക്കുന്നതിനുള്ള നിങ്ങളുടെ ഉള്ളിലെ ഓർമ്മകളെ ശുദ്ധീകരിക്കുക എന്നതാണ്. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പരിമിതമായ വിശ്വാസങ്ങളെ ശുദ്ധീകരിക്കുക. നമ്മുടെയെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവയെല്ലാം മായിച്ച് സീറോ സ്റ്റേറ്റ്, ശൂന്യാവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഹോ ഓപ്പണോ ഓപ്പണോയിൽ പറയുന്നത്. പഴയ ഭയങ്ങളും വിശ്വാസങ്ങളും ഇല്ലാതെയാകും. സ്നേഹത്തിനും സമൃദ്ധിക്കും മനസ്സ് തുറക്കും. നീ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നില്ല, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തുന്നു. നീ മാറുമ്പോൾ ലോകവും മാറും. മനസ്സിലേക്കും അത് ആത്മാവിലേക്കും കടന്നുപോകുന്ന ഈ 4 വാക്യങ്ങൾ ഒരാൾക്ക് തന്നെ മനസ്സ് ശാന്തമാക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ആത്മബന്ധങ്ങൾ സുഗമമാക്കാനും സഹായിക്കുന്നു. പ്രണയബന്ധത്തിലെ സെപ്പറേഷൻ സമയത്ത് ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇരു ആത്മാക്കളിലും ഉള്ള കുറ്റബോധം, ക്ഷമ, വിനയം, സ്നേഹം എന്നിവയുടെ പ്രസരണത്തിലൂടെ എനർജറ്റിക്കലി ഹീലിംഗ് നടക്കും. ദിവസവും 5 മിനിറ്റ് ഇത് മനസ്സിൽ ആവർത്തിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇതിൻ്റെ പ്രതികരണങ്ങൾ എത്തും. ആ 4 ശക്തിയുള്ള വാക്യങ്ങൾ ഇവയാണ്: ഐ ആം സോറി, എന്നോട് ക്ഷമിക്കുക. പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എന്നോട് ക്ഷമിക്കൂ. താങ്ക് യു, നന്ദി. ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് മലയാളത്തിലോ അതുമല്ലെങ്കിൽ ഇംഗ്ലീഷിലോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. മലയാളത്തിൽ: എന്നോട് ക്ഷമിക്കുക, ദയവായി എന്നോട് ക്ഷമിക്കൂ, നന്ദി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നെയായി നിങ്ങൾ ആദ്യം ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. അതിനുശേഷം മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജത്തെയും മാനസിക പിരിമുറുക്കത്തെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു.
അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനും ക്ഷമയുടെ ശക്തിയെ പ്രവർത്തിപ്പിക്കുക, ആത്മശുദ്ധിയിലൂടെ ആത്മസന്തോഷം നേടുക എന്നിവയൊക്കെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ തുടർച്ചയായ 21 ദിവസമെങ്കിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.